ശ്രീകണ്ഠ സാർ എല്ലാ ചാനലിലും പോകുന്നുണ്ട്. പക്ഷെ ശ്രീകണ്ഠ സാർ ഈ ചാനലിലേക്ക് ഈ പ്രോഗ്രാം ഏൽപ്പിക്കാൻ വരുവാണ്. അപ്പൊ ഒരു വെറൈറ്റി ആയിട്ട് പെർഫോം ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർ വരുന്നുണ്ട്. ശരി. അപ്പൊ ഈ ഷോ പുള്ളി ഏറ്റെടുക്കുന്ന ഒരു സംഭവമാണ്. കോമഡി മാസ്റ്റേഴ്സ് ഇനി SK ആണ് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാന്നുള്ളതാണ് കാണാൻ പോകുന്നത്. അപ്പൊ പുള്ളിക്ക് മൈക്ക് കൊടുക്കാം. അപ്പൊ പുള്ളിയായിട്ട് മാറാൻ പോകട്ടോ. ഓക്കെ. എല്ലാ മാന്യ പ്രേക്ഷകർക്കും കോമഡി മാസ്റ്റേഴ്സിലേക്ക് ഹാർദവമായ സ്വാഗതം. എനിക്ക് തോന്നുന്നു എലീനെ വണ്ടടിച്ചിരിക്കുന്നു. ഞാൻ പലപ്പോഴും എലീനെ വാ വിളിച്ചിരിക്കുന്നു. സാധാരണ ശ്വേതയെ വാ വിളിച്ചിരിക്കുന്നു. എലീനെ വാ വിളിച്ചിരിക്കുന്നു ആദ്യമായിട്ട് കാണല്ലേ. എനിക്ക് തോന്നുന്നു അഖില് ഇപ്പൊ എനിക്ക് തോന്നുന്നു എന്റെ പുറകെ നടക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഞാൻ ഏത് ചാനലുണ്ട് അഖിൽ അവിടെ എല്ലാം ഉണ്ട്. നോബി ഉണ്ട്. നോബി എന്താ നോബി? എനിക്ക് തോന്നുന്നു നോബി കയ്യിൽ സ്വർണ്ണ ചെയിനാണോ? വെള്ളി അല്ലേ? എനിക്ക് തോന്നുന്നു എന്റെ കയ്യിൽ വെള്ളി ഉണ്ട്. ആ വെള്ളി നോബി അടിച്ചുകൊണ്ട് പോകുന്ന സംശയം. വേറൊരു വെള്ളിയുണ്ട്. അപ്പൊ എന്തൊക്കെയാലും എനിക്ക് തോന്നുന്നു ഇന്ന് മുതൽ ഞാനായിരിക്കും ഈ ഷോ അവതരിപ്പിക്കുന്നത്. എലീന അവിടെ ഇരിക്കുന്നുണ്ടോ? അപ്പൊ എനിക്കൊന്ന് എലീന പഠിക്കൽ എന്നല്ലേ പേര്. സാധാരണ പഠിക്കലായിട്ട് ഇരിക്കാറ്. ഒരു കാര്യം ചെയ്യാ, ചെയറിലിരുന്നു. അപ്പൊ ഇന്ന് മുതൽ ഈ ഷോ അവതരിപ്പിക്കുന്ന എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് വരാൻ പോകുന്നത്. റവറൻഡ് ഫാദർ നമ്മുടെ ജോസഫ് പുത്തമ്പുരലച്ചൻ. അപ്പൊ അച്ഛൻ വന്നുണ്ട്. അച്ഛാ ഈ ഷോ മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. മിശിഹായിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങളെ, നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്ക് സത്യം പറഞ്ഞ് ഈ 5 പേരെ കാണുമ്പോ, ശ്വേതയെ കാണുമ്പോ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഒരു ഫിഗർ നോക്കിക്കഴിയുമ്പോ അറിയാൻ പറ്റും അല്ലേ? ഇനി എന്റെ ഈ സൗണ്ട് വ്യത്യസ്തമായിട്ട് നമ്മുടെ ജാഫറിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാ. ജാഫറിന്റെ സൗണ്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ ജാഫറായിട്ട് അങ്ങ് മാറിയില്ലേ? ഒന്ന് കൈയിടിക്ക് വേണ്ട. ആ എടീ, നീ എന്നാടി ഒരുമാതിരി പുലികളിക്കുള്ള പ്രശ്നങ്ങളെ നീ ഓണത്തിന് മുമ്പ് ഈ പരിപാടി തുടങ്ങിയോ? ഈ ഒച്ച നിന്നോളാ മനസ്സിലായി. ഒന്ന് കൈയടിക്കുന്നേ. സത്യം പറഞ്ഞാലുണ്ടല്ലോ ഈ കോമഡി മാസ്റ്റേഴ്സ് ഒരു ഗംഭീര പരിപാടിയാ. അഖിലിനറിയാൻ പാടില്ലേ? പിന്നെ നമ്മളൊരുമിച്ച മന്ദായനിയിലെ നീ എന്നിട്ടുണ്ടോ വെള്ളം അടിക്കാതെ? വെള്ളം അടിക്കൂല. എന്റെ മേടിച്ച് ലാസ്റ്റ് രാത്രി കട്ടു പിടിച്ചു. എന്നിട്ട് അല്ലേ സാറേ, എനിക്കൊന്നു ജാഫർ ഈ ഇടയ്ക്കായിട്ട് കുടി തുടങ്ങുന്ന സംശയം. കാരണം ഭയങ്കര എനർജി ജാഫറിന്. എനിക്ക് തോന്നുന്നു ഈ മദ്യത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ കിളി പോയിരിക്കുന്ന ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ സ്വന്തം ഷൈൻ ഇവിടെ വന്നിട്ടുണ്ട്. ഷൈനെ, അത് സത്യം പറഞ്ഞ ഇവിടെ എന്നാ നടക്കണം? ഞാൻ എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇവിടെ ഇരിക്കണത്. എനിക്കൊരു വിഷമം എന്നാന്നറിയോ? ഈ സോഫയൊക്കെ ഞാൻ കിടന്ന സോഫകളൊക്കെ ഇങ്ങനെ അല്ലേ? അതിലൊന്ന് കാണിച്ചു തന്നെ ആ സംഭവം കാണിച്ചു ഇങ്ങനെ. കണ്ടോ അത് എന്റെ സ്റ്റെപ്പ്. അത് അവൻ അടിച്ചോണ്ട് പോയതാണ്. മനസ്സിലായില്ലേ? നിങ്ങൾ മിണ്ടാ കൈയടിക്കുന്നേ. നിങ്ങൾ ഉറങ്ങണ ശ്രീവിദ്യ മുല്ലശ്ശേരി എന്നല്ലേ പേര്? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാൻ മെസ്സേജ് അയച്ചിട്ടുണ്ട് രാത്രി. ആരും മൈൻഡ് ചെയ്തിട്ടില്ല. സിനിമക്കാരന് മുമ്പ് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന സ്റ്റാർ വേറെ ആരുമല്ല, ഞാനും എയറിലാണ്, പുള്ളി എയറിലാണ്. നമ്മുടെ സ്വന്തം ടിനി ടോമിന്റെ സൗണ്ട് എന്റെ സൗണ്ടിൽ നിന്ന് ടിനി ടോമിന്റെ സൗണ്ടിലേക്ക് അങ്ങോട്ട് മാറാൻ പോവാണ്. ഞാൻ ടിനി ടോമായിട്ട് മാറാൻ പോവാണ്. ടിനി ടോമായിട്ട് മാറിക്കഴിഞ്ഞു എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അല്ല വേറൊന്നുമല്ല, നോബി ഇടുന്നുണ്ടല്ലേ? നോബി ഞാൻ എന്റെ മമ്മൂക്കയുടെ പുതിയ ഐറ്റം കണ്ടിരുന്ന ഭയങ്കര വൈറലായിരുന്നു. അത് വൈറലായി കഴിഞ്ഞാൽ ഞാൻ നേരെ മേളിലേക്ക് പോയി എന്നുള്ളതാണ്. ഭയങ്കര സാറ്റലൈറ്റ് ഒറ്റയടിക്കാൻ മേളിൽ പോയി നാസയുടെ ഗവേഷണത്തിലൊക്കെ പോയിട്ട് തിരിച്ചു വന്നാണ് ഞാൻ. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്കൊന്നു ടിനി ഇടയ്ക്കായിട്ട് ഭയങ്കര വൈറലാവുന്നുണ്ട്. അപ്പൊ ടിനിക്ക് വിഷമമൊന്നുമില്ലേ? അല്ല വിഷമിക്കണ ആവശ്യമില്ല. കാരണം അവർ പറഞ്ഞോട്ടെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്ക് സങ്കടമുള്ളൂ, വിഷമമില്ല. അതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല.